തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എടി വേഗം എടുക്ക്. അത് കാണുന്നില്ലോ. കാണുന്നില്ലേ? ഒന്നുകൂടി നോക്ക്. ഫോട്ടോ എവിടെ? എന്നിട്ട് ആ ഫോട്ടോ എവിടെ? ഇപ്പൊ കാണിക്കാം സർ. നിങ്ങൾ പെട്ടെന്ന് ആ ഫോട്ടോ കാണിക്ക്. വെറുതെ പോലീസിന്റെ സമയം കളയാനായിട്ട്. ഫോട്ടോ ഉണ്ട്, കാണിക്കാം. 5 സുന്ദരികളും ആരവും ഒരുമിച്ചുള്ള ഫോട്ടോയാ. അങ്ങനെ ഒരു ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ കാണിക്കാത്ത എന്താ? എടുത്ത ഫോട്ടോ കാണിക്ക്. ഇതിലുണ്ടായിരുന്നതല്ലേ? കാണിക്ക്, പെട്ടെന്നാവട്ടെ. ഇതാ സർ ഫോട്ടോ. ഇതാണോ 5 സുന്ദരികളും ആരവും? ഫോട്ടോ മാറിപ്പോയി സർ. ഫോട്ടോ കാണിക്കാം. ഏയ് സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളെന്താ പോലീസിനെ മണ്ടന്മാരാക്കണോ? സത്യമായിട്ടല്ല സർ. ഞങ്ങൾ ആരവനെ 5 സുന്ദരികൾക്കൊപ്പം കണ്ടതാ. ഫോട്ടോയും എടുത്തതാ. എന്നിട്ട് ഫോട്ടോ എവിടെ? അത് കാണുന്നില്ല. സാറ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഫോട്ടോ നോക്കി കൺഫേം ചെയ്തതാ. ഫോൺ താഴെ വീണപ്പോ ഓട്ടോ ഡിലീറ്റ് ആയതാന്ന് തോന്നുന്നു. മതി, നിർത്ത്. ഇതൊന്നും ഇങ്ങോട്ട് പറയണ്ട. അല്ല, നിങ്ങൾക്ക് ഈ 5 സുന്ദരികളുടെ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ? അവരെ ഈ കേസിൽ കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഉണ്ടല്ലോ. സർ, ഞങ്ങള് ലെറ്റ് മീ കംപ്ലീറ്റ്. അന്ന് നിങ്ങൾ ഒരു അൺനോൺ നമ്പർ കോളുമായിട്ട് ഇവിടെ വന്നപ്പോൾ അതിന് പിന്നിൽ 5 സുന്ദരികളാണെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം വെച്ചു. ഇപ്പോ പറയുന്നു മിനിസ്റ്ററുടെ മകന്റെ കൊലയാളിയെ അവർക്കൊപ്പം കണ്ടുവന്നു. എന്നിട്ട് ഇല്ലാത്ത ഫോട്ടോ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് നാടകവും കളിക്കുന്നു. സർ, അങ്ങനെയല്ല. ഞങ്ങൾ സത്യമായിട്ടും കണ്ടതാ. സ്റ്റോപ്പ് ഇറ്റ്. വ്യക്തമായ തെളിവില്ലാതെ ആരോപണങ്ങളുമായി ഇനി ഇവിടെ വന്ന 3 പേരുടെ പേരിൽ ഞാൻ സോഷ്യൽ ന്യൂസൻസിന് കേസെടുക്കും. നിങ്ങൾക്ക് പോവാം. പറഞ്ഞേക്കോ. ഇതെങ്ങനെ സംഭവിച്ചു? പോലീസിന്റെ സമയം മെനക്കെടുത്താനായിട്ട് മേലിൽ ഇമാതിരി പണിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കല്ലോ. പോന്നോ പോയി. നിങ്ങൾ എന്താ ഈ പറയുന്നേ? വെറുതെ ആരോപണം ഉന്നയിച്ച് തെളിയിക്കാൻ കഴിയാതെ കുഴപ്പത്തിലാകരുത്. ഞങ്ങള് പറഞ്ഞത് കണ്ണി കണ്ട കാര്യ. 5 സുന്ദരികളോടൊപ്പം ആരവെന്ന കൊലയാളിയെ കണ്ടു. ഐ കാൻ ബിലീവ് ഇറ്റ്. ആ കുട്ടികളോട് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ പേരിൽ ആ പ്രതിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന പലതും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരോടുള്ള പക തീർക്കാൻ നിങ്ങൾ എന്തും വിളിച്ച് പറയരുത്. മാം 5 സുന്ദരികളെ അന്ധമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഒന്നും മനസ്സിലാവാത്തത്. ഞങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യം മാമിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാ ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത്. മാമിന്റെ ഈ പ്രതികരണം ഞങ്ങളെ നിരാശപ്പെടുത്തുന്നുണ്ട്. ആരവിനെ 5 സുന്ദരികൾ ഇതിനകത്ത് ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുക. മാം ഇതൊന്നും അറിയാതെ പോകുന്നെന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അനാവശ്യം പറയരുത്. എന്റെ മുന്നിൽ വന്ന് നിന്ന് എന്തും വിളിച്ചു പറയാന്നായോ? ഇതൊന്നും അനുവദിച്ചു തരാനാവില്ല. 5 സുന്ദരികൾക്ക് മാത്രം എന്തും ചെയ്യാം. അതിന് മാം അനുവാദം കൊടുത്തിരിക്കുകയാണോ? മൈൻഡ് യുവർ വേർഡ്സ് അലീന. മാം എന്ത് പറഞ്ഞാലും പറഞ്ഞതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. 5 സുന്ദരികളുടെ ഈ ഒളിച്ചുകളിക്ക് മാം കൂട്ടുനിന്ന മാമിനും അത് പ്രശ്നമോ? നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ഈ നമ്പർ ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. നിങ്ങളെക്കാൾ വലിയ പ്രശ്നക്കാരെ ഞാനിവിടെ മുമ്പ് കണ്ടിട്ടുണ്ട്. ക്ലൈമാക്സ് എന്തായിരിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ എന്റെ മുന്നിൽ വന്ന് നിന്ന് നാടകം കളിക്കരുത്. നിങ്ങൾ പോകാൻ. അപ്പൊ ഞങ്ങൾ പറഞ്ഞ കാര്യം മാം ഗൗരവത്തിലെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് ഈ ഹോസ്റ്റലിന് ചീത്തപ്പേരുണ്ടാക്കുന്ന വാർത്തയാ.